जगदीश्वर जगदोद्धार जनि मृति मोक्षक जय देवा. സങ്കടം അർപ്പിച്ചിട്ട് 1 മിനിറ്റ് ആദരാഞ്ജലി അർപ്പിച്ച് 1 മിനിറ്റ് മൗന പ്രാർത്ഥന. Of the Indira Gandhi Public School, Shri Mambaram Divagaran sir, for this function. Next, I would like to welcome Director of Indira Gandhi Public School, Shri Anurag sir. Welcome sir. Next, I would like to welcome Administrative Officer of Indira Gandhi Public School, Shri Mr. Ajit sir. Welcome sir. Next, I would like to welcome Mr. Vinod Kumar CK, PTA President of Indira Gandhi Public School. Welcome sir. Next, I would like to welcome our headmistress of KG section, Surega ma'am. Welcome ma'am. Next, I would like to welcome Shajina ma'am, Cultural Secretary of Indira Gandhi Public School. Welcome ma'am. Next, I would like to welcome Sridevi ma'am, Anita ma'am, who are the in charges of KG Cultural Competition. Next, I would like to welcome all the teachers, non-teaching staff, parents and my dear children. All of you, welcome for this function. Now, I would like to call our chairman, Mambaram Divagaran sir, to inaugurate the function. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇന്ദിരാഗാന്ധി പ്രീ പ്രൈമറി സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് കുട്ടികളുടെ ഈ ആഘോഷ ദിനമാണ്. പക്ഷേ ഈ വർഷത്തെ KG ഫസ്റ്റ് എന്തുകൊണ്ടോ ഒരു മങ്ങലേറ്റ പ്രതീതിയാണ്. അതിൻ്റെ കാരണം നമുക്കെല്ലാവർക്കും അറിയാം. പ്രതികൂലമായ കാലാവസ്ഥ, ആ കാലാവസ്ഥയ്ക്ക് ശേഷം ഉണ്ടായ പകർച്ചവ്യാധികളും അതുപോലുള്ള രോഗങ്ങളും. ഈ സ്കൂളിൽ നിരവധിയായ കുട്ടികളിപ്പോൾ പകർച്ചവ്യാധികളിൽപ്പെട്ട് കിടക്കുകയാണ്. അതുപോലെ മറ്റൊരു രോഗവും ഇവിടെ പടർന്നു പിടിച്ചിരിക്കുകയാണ്. അതിവിടെ മാത്രമല്ല, പല സ്കൂളുകളിലെയും സ്ഥിതി ഇതുപോലെയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ആനുവൽ ആഘോഷം, ഇന്ദിരാഗാന്ധി പബ്ലിക് സ്കൂളിൻ്റെ ആനുവൽ ആഘോഷം പോലും അല്പം മാറ്റിവെക്കാനുള്ള ഒരു സാധ്യത ഇല്ലായ്കയില്ല. ഏതായാലും നമ്മളീ പരിപാടിയായി മുന്നോട്ട് പോവുകയാണ്. KG കുട്ടികളുടെ ഫോക്ക് ഡാൻസും അതുപോലുള്ള മത്സര പരിപാടികളും എല്ലാം നമ്മൾ നിർത്തിവെക്കാതെ നമ്മൾ നടത്തുകയാണ്. അതുകൊണ്ട് ഇത്തവണത്തെ ഈ പരിപാടികൾക്ക് ഒരു ശോഭ അല്പം മങ്ങിയിട്ടുണ്ടോ എന്ന് നിങ്ങൾക്കും സംശയമുണ്ടാകാം. അത് സ്വാഭാവികമായി ഉണ്ടായതാണ്, അല്ലാതെ നമ്മുടെ വീഴ്ചകൾ കൊണ്ട് സംഭവിച്ചതല്ല. ഞാൻ ഒരു വലിയ ദീർഘമേറിയ ഒരു പ്രസംഗത്തിനൊന്നും ഞാൻ കടന്നു പോകുന്നില്ല. എനിക്ക് വലിയൊരു പരിപാടി ഇന്ന് 9:30 മണി മുതൽ 1 മണി വരെയുള്ള ഒരു പരിപാടി ഉള്ളത് കൊണ്ട് ഞാൻ വലിയൊരു പ്രസംഗത്തിന് മുതിരുന്നില്ല. എന്നാലും 1-2 കാര്യങ്ങൾ മാത്രം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ്.
നമ്മൾ ഇന്ദിരാഗാന്ധി പബ്ലിക് സ്കൂളിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഈ പ്രീ പ്രൈമറി സ്കൂള് LKG UKG കുട്ടികൾ ഏതാണ്ട് 600-ലധികം കുട്ടികൾ ഈ സ്കൂളിൽ പഠിക്കുന്നുണ്ട്. ഈ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് രക്ഷിതാക്കളോട് പറയാനുള്ളത്, ഈ സ്കൂളിലെ കുട്ടികൾ പഠിക്കുന്ന LKGയിലും UKGയിലും പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇതാണ് ഒരു കുട്ടിയുടെ വളർച്ചയുടെ അടിസ്ഥാനപരമായ വിദ്യാഭ്യാസത്തിൻ്റെ കേന്ദ്രം. ഇവിടെ LKGയിൽ പഠിച്ച കുട്ടി നല്ല ഇംഗ്ലീഷ് സംസാരിക്കാൻ പഠിച്ചാൽ, UKGയിൽ കൂടി പഠിച്ചാൽ, ഈ 2 വർഷത്തെ പഠിത്തം കൊണ്ട് ഈ കുട്ടികൾ ആർജിക്കുന്നത് ഒരു ജീവിതകാലം മുഴുവനുള്ള പഠിത്തമാണ്. കാരണം നമുക്കറിയാം, നമ്മളെ കുട്ടികളെ, ജനിച്ച് വീഴുന്ന കുട്ടികളെ അവരാരും സംസാരിക്കാൻ അവരെ പഠിപ്പിക്കുന്നതല്ല, അവർ പഠിക്കുകയാണ്. അവരാദ്യം അച്ഛനും അമ്മയും ഉപ്പ ഉമ്മ എന്നൊക്കെ വിളിച്ചു തുടങ്ങി. അങ്ങനെയാണ് അവർ ഓരോ വാക്കുകളും അവൾ പഠിക്കുന്നത്. അപ്പോൾ ആരും പഠിപ്പിക്കുന്നതല്ല, അവർ കേട്ട് പഠിക്കുകയാണ്. ഇപ്പോൾ ഇന്ദിരാഗാന്ധി പ്രീ പ്രൈമറി സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളെ ഇവിടെ നമ്മൾ യോഗ്യത മാനദണ്ഡമാക്കി മാത്രം എടുത്തിട്ടുള്ള ടീച്ചർമാരാണ്. അല്ലാതെ മറ്റ് പല സ്കൂളുകളും ചെയ്യുന്നത് പോലെ ടീച്ചർമാരോട് ഡെപ്പോസിറ്റ് വാങ്ങി അല്ലെ ഡൊണേഷൻ വാങ്ങി ടീച്ചർമാരെ നിയോഗിക്കുന്നതല്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ രാഷ്ട്രീയ ചിന്തയോ മതചിന്തയോ മറ്റ് ജാതിയോ പണമോ സൗന്ദര്യമോ ഒന്നും നോക്കിയല്ല ടീച്ചർമാരെ എടുക്കുന്നത്. ടീച്ചർമാരുടെ യോഗ്യത നോക്കിക്കൊണ്ട് മാത്രമാണ്. അവർക്ക് പഠിപ്പിക്കാനുള്ള കഴിവുണ്ടോ, പ്രത്യേകിച്ചും കുട്ടികളെ പഠിപ്പിക്കാനുള്ള കഴിവുണ്ടോ, കുട്ടികളെ പാട്ട് പാടി പഠിപ്പിക്കാനോ നൃത്തം ചെയ്യിച്ച് പാട്ട് പഠിപ്പിക്കാനോ ഉള്ള കഴിവുണ്ടോ, അങ്ങനെയുള്ള കഴിവുകളെല്ലാം നോക്കിയാണ് ഈ പ്രീ പ്രൈമറി സ്കൂളിൽ നമ്മൾ ടീച്ചർമാരെ നിയോഗിക്കുന്നത്. ഇവിടെ മാത്രമല്ല, ഇന്ദിരാഗാന്ധി പബ്ലിക് സ്കൂളിൽ +2 വരെയുള്ള ടീച്ചർമാരെ അങ്ങനെയാണ് എടുക്കുന്നത്. അതുകൊണ്ട് നമുക്ക് അഭിമാനത്തോടു കൂടി ആരുടെ മുമ്പിലും നെഞ്ചു വിരിച്ച് പറയാൻ സാധിക്കും, നമ്മൾ അടിസ്ഥാനപരമായി ഇന്ദിരാഗാന്ധി പബ്ലിക് സ്കൂളിലെ കുട്ടികൾ മറ്റുള്ള സ്കൂളുകളെ അപേക്ഷിച്ച് ഏറ്റവും നന്നായി ഇംഗ്ലീഷ് അനായാസേന കൈകാര്യം ചെയ്യാൻ പ്രാപ്തരായ കുട്ടികളാണ് എന്ന് പറയാൻ സാധിക്കും. ഇതിൽ കൂടിയാണ് അവർക്ക് മറ്റുള്ള 1-ാം ക്ലാസ് മുതൽ +2 വരെയുള്ള തുടർന്നുള്ള വിദ്യാഭ്യാസം, ഇംഗ്ലീഷ് വിദ്യാഭ്യാസവും കമ്പ്യൂട്ടർ വിദ്യാഭ്യാസവും സ്വായത്തമാക്കാനുള്ള കഴിവുകൾ ആർജിക്കുന്നത്. നമ്മളിവിടെ പഠിത്തം കൊണ്ട് മാത്രം, വിദ്യാഭ്യാസം എന്ന് പറയുന്നത് വെറും പുസ്തകം നോക്കി പഠിക്കലോ അല്ല ടീച്ചർമാർ പഠിപ്പിക്കുന്ന കാര്യങ്ങളോ മാത്രമുള്ളതല്ല ഒരു വിദ്യാഭ്യാസം. വിദ്യാഭ്യാസം എന്ന് പറയുമ്പോൾ പല അടിസ്ഥാനപരമായ കാര്യങ്ങളും ചേർന്ന് നടക്കുന്നതാണ്. ഇവിടെ എല്ലാ കുട്ടികൾക്കും അവരുടേതായ ഒരു കഴിവ് ജനിക്കുമ്പോൾ തന്നെ അവർക്ക് ദൈവം നൽകിയിട്ടുണ്ടാവും. ഈ ഭൂമിയിൽ പിറന്നു വീഴുന്ന ഓരോ കുഞ്ഞിൻ്റെയും തലയിൽ എഴുതി വച്ചിട്ടുണ്ടാവും ഇന്നേ കഴിവുകൾ ആ കുട്ടിക്കുണ്ട്. പക്ഷെ ആ കുട്ടികളുടെ ആ കഴിവുകൾ നമ്മൾ പുറത്തെടുക്കാൻ അവരെ നമ്മൾ പ്രേരിപ്പിക്കണം, അതിനവർക്ക് പ്രോത്സാഹനം നൽകണം. ചിത്രം വരയാൻ കഴിവുള്ള കുട്ടികളെ ചിത്രം വരയാൻ അവരെ പ്രാപ്തരാക്കണം. പാട്ടുകൾ പാടാൻ കഴിവുള്ള കുട്ടികളെ പാട്ട് പഠിപ്പിച്ച് അവരെ പരിശീലിപ്പിച്ചുകൊണ്ട് അവർക്ക് മുന്നോട്ട് പോകാൻ സാധിക്കണം. നൃത്തം ചെയ്യാൻ അതുപോലുള്ള നിരവധി കഴിവുകൾ, യോഗ, മെഡിറ്റേഷൻസ്, അതുപോലെ കരാട്ടെ, അതുപോലെ അബാക്കസ്, അങ്ങനെയുള്ള വിവിധ രംഗങ്ങളിൽ കുട്ടികളെ പ്രാപ്തരാക്കി വളർത്തിക്കൊണ്ടുവരുമ്പോൾ ഓവറോൾ ഒരു നല്ല കുട്ടിയായി അവർ വളർന്നു വരും. സമൂഹത്തിന് ഉപയോഗപ്രദമായിട്ടുള്ള ഒരു തലമുറയെ വാർത്തെടുക്കുക, അതാണ് നമ്മുടെ ലക്ഷ്യം. നമുക്കിതറിയാം, നമ്മുടെ വളർന്നു വരുന്ന ജനറേഷൻ, യുവതലമുറ,
അവരെങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്? അവർ രക്ഷിതാക്കന്മാരെ അനുസരിക്കുന്നുണ്ടോ? അവർ മാതാപിതാക്കളെ അനുസരിക്കുന്നുണ്ടോ? അവർ കൃത്യമായി അവർ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ? മുതിർന്നവരെ ബഹുമാനിക്കുന്നുണ്ടോ? ഈ കാര്യത്തിൽ നമ്മൾ ഈ തലമുറയെ ഒന്ന് നോക്കി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമുക്കറിയാം ഈ തലമുറ എങ്ങോട്ടാണ് പോകുന്നത്. ഇന്ന് നമ്മൾ ദൃശ്യമാധ്യമങ്ങളിൽ കൂടി നോക്കുമ്പോൾ പല സ്കൂളുകളിലെയും കോളേജുകളിലെയും ഇത്തരത്തിലുള്ള തലമുറയിലെ കുട്ടികൾ അവരെന്തിനു വേണ്ടിയാണ് സമയം കളയുന്നത്, അവരെങ്ങനെയാണ് പഠിക്കുന്നത്, അവരെന്തെല്ലാമാണ് ചെയ്യുന്നത് എന്ന് നമുക്കെല്ലാവർക്കും നോക്കിക്കാണാൻ സാധിക്കും. കുട്ടികളൊക്കെ രാഷ്ട്രീയത്തിന് ഇറങ്ങിക്കൊണ്ട് തമ്മിൽ അടികൂടി തലപൊട്ടിച്ച് നിരവധിയായ കുട്ടികൾ ആസ്പത്രിയിലൊക്കെ പോകുന്ന രംഗം ഞാൻ ഇന്നലെ പോലും TV-യിൽ ഞാൻ കാണുകയുണ്ടായി. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ അടിസ്ഥാനപരമായി LKG-യിൽ പഠിക്കാൻ വരുന്ന ഒരു കുട്ടി, ആ കുട്ടി +2 കഴിഞ്ഞ് ഇവിടെ പോകുമ്പോൾ ആ കുട്ടിയെ എങ്ങനെയാണോ ഒരു മാതാപിതാവ് എങ്ങനെയാണോ പ്രതീക്ഷകൾ അർപ്പിച്ച് ആ കുട്ടികളെ നമ്മളെ ഏൽപ്പിക്കുന്നുവോ, ആ കുട്ടികളെ തിരിച്ച് രക്ഷിതാവിൻ്റെ കയ്യിൽ കൊടുക്കുമ്പോൾ ആ കുട്ടി ഏറ്റവും നല്ല ഒരു മാതൃകാപരമായി പെരുമാറാൻ പറ്റുന്ന, ഇന്നത്തെ കാലഘട്ടത്തിന് മാതൃകയാക്കാവുന്ന കുട്ടികളെയാണ് നമ്മൾ തിരിച്ച് അവരെ ഏൽപ്പിക്കുന്നത്. ഇവിടെ എല്ലാ ദിവസവും നമുക്കറിയാം കുട്ടികൾ ബസ്സിൽ വരുന്നു, അവരച്ചടക്കത്തോടു കൂടി സ്കൂളിലേക്ക് കയറി വരുന്നു, നിത്യേനയുള്ള അസംബ്ലികളിൽ പങ്കെടുക്കുന്നു, ടീച്ചർമാരും പ്രിൻസിപ്പളും ഒക്കെ അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകുന്നു, അവർക്ക് അവരുടെ കഴിവുകളെ പ്രോത്സാഹിപ്പിക്കാൻ അത് പ്രദർശിപ്പിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുന്നു. അങ്ങനെ കൃത്യമായി ഉച്ചവരെ അവർ ക്ലാസ്സുകളിൽ ഇരുന്ന് പഠിക്കുന്നു. ഉച്ചയ്ക്ക് ശേഷം അവർ ക്യാൻറ്റീനിൽ പോയി അവർ ഭക്ഷണം കഴിക്കുന്നു. അല്ലാതെ വീടുകളിൽ നിന്ന് കൊണ്ടുവരുന്ന ഭക്ഷണം അവർ കഴിക്കുന്നു. കൃത്യം 3:30 മണി 4 മണിയാകുമ്പോൾ അവർ തിരിച്ച് ബസ്സിൽ കയറി അവരുടെ വീടുകളിലേക്ക് പോകുന്നു. ഇത് വളരെ ഉത്തരവാദിത്വ ബോധത്തോടു കൂടി കൈകാര്യം ചെയ്യാൻ ഇവിടെയുള്ള സ്റ്റാഫുകൾ, അത് പ്രിൻസിപ്പളായാലും അധ്യാപകന്മാരായാലും മാനേജ്മെൻറ്റ് ഭാഗത്തു നിന്നുള്ള ആളുകളായാലും എല്ലാവരും ആ ഒരു കാര്യത്തിൽ യോജിച്ച് നിന്നുകൊണ്ട് കുട്ടികളെ പ്രാപ്തരാക്കി അവരെ നല്ല കുട്ടികളാക്കി വളർത്തി അവരെ രക്ഷിതാക്കന്മാരെ ഏൽപ്പിക്കാനുള്ള ഉത്തരവാദിത്തമാണ് ഓരോ ദിവസവും അവർ നിർവഹിച്ചു കൊണ്ടുവരുന്നത്. മറ്റൊരു രക്ഷിതാവിനെ സംബന്ധിച്ചിടത്തോളം രാവിലെ സ്കൂളിൽ കുട്ടികളെ അയച്ചാൽ തിരിച്ച് കുട്ടികൾ വരുമോ, തലയുണ്ടാവുമോ, തലയിൽ പരിക്കുണ്ടാവുമോ, കുട്ടി ആസ്പത്രിയിലാണോ അല്ല പോലീസ് സ്റ്റേഷനിലാണോ എന്ന ഒരു വ്യാകുല ചിന്ത നമ്മളെ ഈ സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവില്ല. നമുക്കറിയാം ഇന്ന് ലഹരി മാഫിയയുടെ പിടിയിലാണ് ഇന്ന് യുവതലമുറ ഏറെക്കുറെ. കഴുകൻ കണ്ടുകളുമായി ലഹരി മാഫിയ സ്കൂൾ കോമ്പൗണ്ടുകൾക്ക് ചുറ്റും കഴുകന്മാരെ പോലെ വട്ടമിട്ട് പറക്കുമ്പോൾ അതെല്ലാം സൂക്ഷ്മമായി വിലയിരുത്തിക്കൊണ്ട് അവരുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിക്കാനുള്ള ഒരു ചുമതലയാണ് നമ്മളൊക്കെ വളരെ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് ഭയപ്പെടാതെ ഈ സ്കൂളിൽ നിങ്ങൾക്ക് കുട്ടികളെ അയക്കാൻ സാധിക്കും. ഞങ്ങൾക്ക് ആ ഒരു കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയുമില്ല. ഞങ്ങൾ രക്ഷിതാക്കന്മാരോട് മുഖത്ത് നോക്കി ഞങ്ങൾ പറയുന്നു, നിങ്ങളെ കുട്ടികളെ ഈ സ്കൂളിൽ വിശ്വസിച്ച് നിങ്ങൾ ഏൽപ്പിക്കുന്നു എങ്കിൽ ആ വിശ്വസ്തത നിങ്ങളെ കുട്ടികളെ കാര്യത്തിൽ ഈ മാനേജ്മെൻറ്റ് പാലിക്കും. അത് ഞങ്ങളുടെ ഉത്തരവാദിത്തമായി ഞങ്ങൾ ഏറ്റെടുക്കുന്നു. അതുകൊണ്ട് ഞാൻ പറയട്ടെ, നമ്മൾ ഇവിടെയുള്ള കുട്ടികളെ നല്ല കുട്ടികളായി, അവർക്ക് രാജ്യസ്നേഹമുള്ള കുട്ടികളായി, മതവിശ്വാസം ഉള്ള കുട്ടികളായി, ദൈവവിശ്വാസമുള്ള കുട്ടികളായി, അവരെ നല്ല വിദ്യാഭ്യാസമുള്ളവരായി അവർ ഇന്നത്തെ കാലഘട്ടത്തിന് ഉപകരിക്കുന്ന രീതിയിൽ സമൂഹത്തിനും വീട്ടുകാർക്കും നാട്ടുകാർക്കും എല്ലാവർക്കും ഉപകരിക്കുന്ന രീതിയിലാണ് ഈ കുട്ടികളെ നമ്മൾ വളർത്താൻ ആഗ്രഹിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ കൂടുതൽ കാര്യങ്ങളിലേക്കൊന്നും കടന്നു പോകാൻ ആഗ്രഹിക്കുന്നില്ല. ഈ സ്കൂളിൽ പ്രാപ്തരായിട്ടുള്ള ഇവിടെ ഹെഡ് മിസ്ട്രസ് ഉണ്ട്,
അതുപോലെ നിങ്ങളെ കുട്ടികളെ നോക്കാൻ പ്രാപ്തരായിട്ടുള്ള ടീച്ചർമാരുണ്ട്. അതിനേക്കാൾ ഉപരിയായി നിങ്ങളുടെ മക്കളെ നോക്കാൻ ഇവിടെ ആയമാരും മറ്റുള്ള സ്റ്റാഫുകളും ഉണ്ട്. അതുകൊണ്ട് മക്കളെ ഞങ്ങൾ സ്വന്തം മക്കളെ പോലെ തന്നെ നോക്കി അവരെ നല്ല രീതിയിൽ എൻ്റെ മകനെ എൻ്റെ മകളെ ഞാൻ എങ്ങനെ നോക്കുന്നുവോ അതിൽ കൂടുതൽ ഉത്തരവാദിത്വ ബോധത്തോടു കൂടി അർപ്പണ മനോഭാവത്തോടു കൂടി ആ കുട്ടികളെ നോക്കി നിങ്ങളെ കയ്യിൽ ഏൽപ്പിക്കേണ്ട ഉത്തരവാദിത്വം ഞങ്ങളിൽ അർപ്പിതമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ഇന്ന് നടത്തുന്ന ഈ ഒരു ഉത്സവത്തിന്, ഈ ഒരു പരിപാടിക്ക് എല്ലാ വിജയങ്ങളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഈ മഹനീയമായ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. Call Mr. C.K. Vinod Kumar sir, PTA President, to felicitate this program. ചെയർമാൻ ശ്രീ മമ്പ്രം ദിവാകരൻ സർ, നമ്മുടെ സ്കൂളിൻ്റെ ഡയറക്ടർ ശ്രീ അനുരാഗ്, ഹെഡ് മിസ്ട്രസ് സുരേഖ മാം, അതുപോലെ വേദിയിലിരിക്കുന്ന അധ്യാപികമാരെ, ഈ സ്കൂളിലെ അനധ്യാപിക സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, മക്കളെ, കുട്ടികളെല്ലാവരും അവരുടെ കലാപരിപാടികൾ അവതരിപ്പിക്കാൻ തയ്യാറായി നിൽക്കുന്ന ഈ അവസരത്തിൽ ഒരു നീണ്ട ആശംസാ പ്രസംഗത്തിന് ഞാൻ മുതിരുന്നില്ല. ഈ വിദ്യാലയത്തിലെ 2600ഓളം വരുന്ന കുട്ടികളുടെ രക്ഷിതാവിൻ്റെ ഒരു പ്രതിനിധി എന്ന നിലയിൽ ഒരു 2 വാക്ക് മാത്രം ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ ഇന്നത്തെ ഈ പരിപാടിയിൽ ഏകദേശം ഒരു 10-200ഓളം കുട്ടികൾ 2 പരിപാടികളിലായിട്ട് പങ്കെടുക്കുന്നുണ്ട്. 140ഓളം കുട്ടികൾ ഫാൻസി ഡ്രസ് കോമ്പറ്റീഷനിൽ മത്സരിക്കുന്നുണ്ട്. ഏകദേശം ഒരു 30 കുട്ടികളോളം ഫോക്ക് ഡാൻസ് മത്സരത്തിലും പങ്കെടുക്കുന്നുണ്ട്. നമ്മുടെ മക്കളുടെ ജീവിതത്തിലെ ആദ്യത്തെ മത്സരമായിരിക്കാം ചിലപ്പോൾ ഇന്ന് നടക്കാൻ പോകുന്നത്. ഈ കുട്ടികളിൽ ഈ 140 കുട്ടികൾ മത്സരിക്കുന്നതിൽ 2-3 കുട്ടികൾക്കായിരിക്കും 1ാം സ്ഥാനവും 2ാം സ്ഥാനവും ഒക്കെ കിട്ടുക. അപ്പോൾ ബാക്കി മക്കളാണ് നമ്മൾ എങ്ങനെയാണോ മത്സരത്തിന് ഇവിടെ കൂട്ടി വന്നത് അതിലും കൂടുതൽ സ്നേഹത്തോടെ അവരെ ചേർത്ത് നിർത്തി നിങ്ങൾ തിരിച്ചു കൂട്ടി പോകണം. കാരണം നമ്മുടെ ജീവിതത്തിൽ നമുക്കറിയാം, നമുക്ക് രക്ഷിതാക്കൾക്ക് എല്ലാവർക്കും അറിയാം, ജീവിതത്തിൽ വിജയത്തേക്കാൾ കൂടുതൽ നാം അഭിമുഖീകരിക്കേണ്ടി വരുന്നത് പരാജയത്തെയാണ്. കുട്ടികളെ വളരെ ചെറുപ്പത്തിൽ തന്നെ വിജയത്തെ അഭിമുഖീകരിക്കാൻ പഠിപ്പിക്കേണ്ട ആവശ്യമില്ല, അവരൊക്കെ വിജയിച്ച് പോയിക്കോളും. പക്ഷേ പരാജയമുണ്ടായി കഴിഞ്ഞാൽ ആ പരാജയത്തെ അഭിമുഖീകരിക്കാനും ആ പരാജയത്തിൽ നിന്ന് നാളെ വീണ്ടും വിജയത്തിലേക്ക് കുട്ടികളെ മത്സരിപ്പിച്ചെത്തിക്കാനുള്ള ഒരു മാനസിക അവസ്ഥ അവരിൽ ഉണ്ടാക്കാനും നാം രക്ഷിതാക്കൾ എല്ലാവരും തയ്യാറാകണം. അതുകൊണ്ട് ഇന്ന് മത്സരിക്കുന്ന എല്ലാ കുട്ടികൾക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. അവരെ നമുക്കെന്നും ചേർത്ത് നിർത്തി നല്ല കുട്ടികളായിട്ട് നമുക്കിവിടെ വളർത്താം. നമ്മുടെ കണ്ണൂർ ജില്ലയിൽ ഏകദേശം 140ഓളം CBSE സ്കൂളുകളുണ്ട്. അതിൽ പകുതി സ്കൂളുകളിൽ പോലും നമ്മുടെ ഈ KG സെക്ഷൻ്റെ അത്ര പോലും കുട്ടികളില്ല. ടോട്ടൽ കുട്ടികൾ 500-550ഓളം കുട്ടികൾ ഇവിടെ പഠിക്കുന്നുണ്ട്. നമ്മുടെ സ്കൂളിനോടുള്ള നമ്മുടെ രക്ഷിതാക്കളുടെ വിശ്വാസമാണ് അത് കാണിക്കുന്നത്. ആ വിശ്വാസം നിലനിർത്താൻ നിങ്ങളുടെ രക്ഷിതാവിൻ്റെ ഒരു പ്രതിനിധിയായിട്ട് എന്നും ഈ വിദ്യാലയത്തിൻ്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ ഇടപെടാറുണ്ട്. ഇനിയും അതുപോലെ ഉണ്ടാകും. ഒരിക്കൽ കൂടി എല്ലാ മക്കൾക്കും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്. All the honorable dignities on the dais, my beloved parents, colleagues, and my very, very beloved students. Once again, a very good morning to all of you all. You all have heard so much from Divaran sir and also from Vinod sir. I just want to say best of luck and do your best, children. Show your best performance today on the stage. The management has arranged such a wonderful program for you all. So now it's your chance to show where you stand. So all the best and thank you and have a wonderful day. Now I would like to call Sridevi ma'am for vote of thanks. A very warm good morning to one and all present here. As you all know, today we are gathered here to conduct KG Cultural Fest competition. I am here to say vote of thanks. I would like to thank respected Chairman Shri Mambram Divaran sir, Director Anurag sir, PTA President Vinod sir, Cultural Secretary Sajna ma'am, our Headmistress Surekha ma'am, for inaugurating this event. Next, I would like to thank dear parents, teaching and non-teaching staff, and my dear children.
Also thank to photographers and audio visual team. Finally, I would like to wish all the best to my dear children for their wonderful performance today. Once again, thank you all. And 2 stages are arranged here. Folk dance will be in this stage, KG auditorium stage, and in the assembly stage there will be fancy dress competition, and snacks and lunch will be provided, and you have to collect the lunch coupon down in the ground floor, and folk dance will be here up to 10 code number. Get ready for folk dance.